ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തിരക്കാണ് ഇന്നലെ ഉണ്ടായത്. MG പ്രതീഷ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. പ്രതീഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഗുഡ് മോർണിംഗ്. പറയൂ. SKN ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ ഓരോ ദിവസം കഴിയുന്തോറും തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ഇന്നും രാവിലെ മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ആ ഒരു തിരക്കിൻ്റെ എത്രത്തോളം തിരക്കുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകും. ഫ്ലൈ ഓവറിന് മുകളിലടക്കം തീർത്ഥാടകർ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. 70,000-ന് മുകളിൽ തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി മാത്രം ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി ഇന്നലെ ായിരുന്നു ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയത്. 70,959 തീർത്ഥാടകർ ഇന്നലെ ദർശനം നടത്തിയെന്നതാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്ക്. 5,710 പേർ ഇന്നലെ മാത്രം സ്പോട്ട് ബുക്കിംഗ് വഴിയും ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. കാനനപാത കൂടുതൽ സജീവമായതോടുകൂടി തന്നെ പുല്ലുമേട് വഴി ഇന്നലെ 328 പേരാണ് ദർശനം നടത്തിയത്. ഇന്നും 5,000-ന് മുകളിൽ തീർത്ഥാടകർ ഇതിനോടകം തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രാവിലെ മുതൽ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കൂടുതൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകർ ശബരിമലയിലേക്ക് കൂടുതലായി എത്തുന്നു. അതിനൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തീർത്ഥാടകർ, മാളികപ്പുറം കുഞ്ഞുങ്ങളടക്കം ശബരിമല എത്തുന്നുണ്ട്. ഇന്നലെ 7,000-ഓളം കുഞ്ഞുങ്ങളാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത്. എന്തായാലും വരും ദിവസങ്ങളിലും ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് വർദ്ധിക്കുമെന്നതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. 18-ാം പടി വഴി കയറ്റിവിടുന്ന തീർത്ഥാടകരുടെ വേഗത ഉൾപ്പെടെ പോലീസ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ കാത്തു നിൽക്കാതെ തീർത്ഥാടകർക്ക് എത്രയും വേഗം ദർശനം നടത്താനുള്ളൊരു ക്രമീകരണമാണ് നിലവിൽ ദേവസ്വം ബോർഡും പോലീസും മറ്റ് വകുപ്പുകളും ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ തീർത്ഥാടകർ എത്തിയാലും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. MG പ്രതീഷാണ് ശബരിമല സന്നിധാനത്ത് നമുക്കൊപ്പം ചേർന്ന്. അസഫർ നീസ പറയുന്നു, ഞങ്ങളുടെ വീട് വാങ്ങാൻ ആളില്ല, 15 ലക്ഷം രൂപ കടത്തിലാണ്, ഞങ്ങൾ വീട് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഈ അസഫർ നിസയുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെങ്കിലും വീട് വാങ്ങാൻ പറ്റുമോ നോക്കുക, ബാങ്കിൽ വെച്ച് എന്തെങ്കിലും ലോൺ എടുക്കാൻ പറ്റുമോ നോക്കുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അസഫർ നിസ. നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള പിറവിയാണ് നമുക്ക് കിട്ടിയത്. അസുലഭമായ ഒരു സന്ദർഭമാണ് ഈ മണ്ണിൽ കിട്ടിയ ജീവിതം എന്ന് പറയുന്നത്. അത് തച്ചുടയ്ക്കാൻ നമുക്ക് ശരിക്കും അധികാരവുമില്ല, നമ്മൾ ചെയ്യുകയും ചെയ്യരുത്.